ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഉക്രൈനിൽ ഇന്നലെ മാരകമായ ആക്രമണമാണ് റഷ്യ നടത്തിയത്. 93 ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകളും 200ഓളം ഡ്രോണുകളും ഉപയോഗിച്ചാണ് ഉക്രൈനിൽ ആക്രമണം നടത്തിയത്. ഇത് ഉക്രൈൻ്റെ വൈദ്യുതി മേഖലയെ ലക്ഷ്യമാക്കിയാണ് റഷ്യ ഈ ആക്രമണം നടത്തിയത്. US കെടുത്ത ആർമി ടാക്റ്റിക്കൽ സിസ്റ്റം ഉപയോഗിച്ച് കഴിഞ്ഞ ബുധനാഴ്ച ഉക്രൈൻ റഷ്യയെ ആക്രമിച്ചതിന് പകരമായാണ് ഇപ്പോൾ റഷ്യയിൽ നിന്നും ഈ മാരകമായ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഉക്രൈൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളെ ആകെ ഈ മിസൈൽ ആക്രമണം തുലച്ചിരിക്കുകയാണ്. കൊടും തണുപ്പിൽ മുറി ചൂടാക്കാൻ പോലും കഴിയാതെ ജനങ്ങൾ മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ് എന്നാണ് സെലൻസ്കി അഭിപ്രായപ്പെട്ടത്. ഈ ആക്രമണത്തിൽ ഉക്രൈൻ്റെ 145 സൈനികരെയാണ് നഷ്ടപ്പെട്ടത്. ഇത് ഉക്രൈന് വലിയ നഷ്ടമാണ് വരുത്തിയിരിക്കുന്നത്. ഇതിന് പകരമായി ആരെങ്കിലും കുറച്ച് ആയുധങ്ങൾ ഞങ്ങൾക്ക് തരൂ എന്ന് സെലൻസ്കി ലോകത്തോട് അഭ്യർത്ഥിക്കുകയാണ്. ആദ്യമൊക്കെ അമേരിക്കയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ഈ യുദ്ധത്തിന് ഉക്രൈന് പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും ഇപ്പോൾ ഉക്രൈൻ ആകെ വലഞ്ഞിരിക്കുകയാണ്. യുദ്ധം നിർത്താനും വയ്യ, മുന്നോട്ട് പോകാനും വയ്യ. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ യുക്രൈനുള്ളത്. എല്ലാവരുടെ ശ്രദ്ധ ഇപ്പോൾ സിറിയയിലും ഗസയിലും ഇസ്രായേലിലുമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഉക്രൈൻ്റെ മേലുള്ള ഈ ആക്രമണം ശ്രദ്ധിക്കാതെ പോവുകയാണ്. അക്കാര്യത്തിൽ സെലൻസ്കി പരാതിപ്പെടുന്നു എന്നാണ് ലോക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത്തരം ആക്രമണങ്ങൾ കൊണ്ട് റഷ്യ ലോകത്തെ ഭയപ്പെടുത്തുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉക്രൈനിൽ നടക്കുന്ന ആക്രമണങ്ങളെ ലോകം ഇപ്പോൾ അപലപിക്കാൻ കഴിയാതെ വല്ലാതെ കഷ്ടപ്പെടുകയാണ്. അതിന് കാരണം ഈ ലെബനോനിലും ഗസയിലുമൊക്കെ ഇസ്രായേൽ നടത്തുന്ന വ്യാപകമായ മനുഷ്യക്കുരുതിയിൽ പ്രതികരിക്കാതെ ഉക്രൈൻ്റെ കാര്യത്തിൽ മാത്രം പ്രതികരിച്ചാൽ അതിനെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തും എന്ന് ഭയന്നാണ്. ഈ അവസരം റഷ്യ ശരിക്കും മുതലാക്കുകയാണ് ചെയ്യുന്നത്. ഇസ്രായേൽ ഒരു വശത്തുകൂടി ആക്രമിക്കുമ്പോൾ ഉക്രൈനെ റഷ്യ പകരമായി ആക്രമിക്കുകയാണ്. ഉക്രൈനും റഷ്യയുമായി യുദ്ധമുണ്ടായി ഈ 3 വർഷത്തിനുള്ളിൽ നടക്കുന്ന ഏറ്റവും മാരകമായ ആക്രമണമാണ് എന്നാണ് ഉക്രൈൻ്റെ വൈദ്യുതി മന്ത്രി ഹെർമൻ നാലുഷ്ചെങ്കോ പറയുന്നത്. ഉക്രൈന് ഇത് താങ്ങാൻ കഴിയാതായിരിക്കുകയാണ്. ഇതിന് പ്രതികാരമായി ഞങ്ങളും തിരിച്ചടിക്കും എന്നാണ് സെലൻസ്കി ഈ ആക്രമണത്തിന് ശേഷം പറയുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഉക്രൈൻ റഷ്യയുമായി യുദ്ധം മുറുകും എന്ന് തന്നെയാണ് നാം വിശ്വസിക്കേണ്ടത്.